രാഷ്ട്രീയമായി അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ നിയമിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതെറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ ഇരിക്കുക. ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്ത് ബന്ധം? മലബന്ധം. ഉദ്യോഗസ്ഥൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് അല്ല, ഇദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഉദ്യോഗസ്ഥൻ. കോടതി ജഡ്ജിയായിരുന്നു, ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള പദവി വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നോ? അല്ലല്ലോ. ഈ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അദ്ദേഹം എന്തിനാണ് ലക്ഷദ്വീപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്? അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. അന്നത്തെ ലക്ഷദ്വീപില് BJPയുടെ ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ ജഡ്ജിയായി അവിടെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു നിങ്ങൾ പരിശോധിക്കണം. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കില്ല എന്റെ ജോലി. ഓ ചക്ക അവിടുന്ന്. ഇനി ഒക്കെ പോട്ടെ, അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്തില്ല. അദ്ദേഹം ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്. താനൊന്നും മിണ്ടാതിരിക്കണോ? ഒന്നും മറക്കാനില്ലെങ്കിൽ എനിക്കൊരു നിയമനം കിട്ടിയ അന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടുകളും, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, അതേപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാം അപ്രത്യക്ഷമാകുകയാണ് ഒരു ദിവസം. അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി ക്ലീനായി. ഞാൻ ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഈ നഷ്ടപ്പെട്ടു പോയ അപ്രത്യക്ഷമായ എല്ലാ അതും റിട്ടീവ് ചെയ്ത് അത് പരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. താങ്കൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ആരാണ് ഇദ്ദേഹത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചത്? സംസ്ഥാന മന്ത്രിസഭയാണ്. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സർ. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റ് UDF ഘടകകക്ഷികളുടെയും മന്ത്രിമാരിരിക്കുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം ഘടകകക്ഷികളുടെ ആരുടെയും നോമിനി അല്ല. നിങ്ങൾ കേൾക്കുന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ അദ്ദേഹം RSSകാരനാണെങ്കിൽ, അല്ലെങ്കിൽ RSSന്റെ ജുഡീഷ്യൽ സർവീസ് സംഘടനകൾക്കോ അല്ലെങ്കിൽ അതിന്റെ ഇക്കോസിസ്റ്റത്തിനോ വേണ്ടി പ്രവർത്തിച്ച ആളാണെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന മന്ത്രിസഭ അദ്ദേഹത്തെ തീരുമാനിക്കുക? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. 3 പേരാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി, കമ്മീഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷൻ ഉള്ളത്. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണവും BJP വരുന്നു. മൂന്നാമത്തത് BJPക്ക് അനുകൂലമായ, BJPക്ക് താല്പര്യമുള്ള ഇന്നലെ നടന്ന എല്ലാ ചർച്ചകളും, എന്റെ പ്രിയപ്പെട്ട അനിൽകുമാർ വന്ന ചർച്ചയിൽ BJP പ്രതിനിധി എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ എന്തായാലും നിയമിക്കണം, ഇദ്ദേഹത്തെ എന്താ യോഗ്യത എന്ന ഏറ്റവും കൂടുതൽ ശബ്ദിച്ചതും വാദിച്ചതും BJPയുടെ പ്രവർത്തകരായിരുന്നല്ലോ, BJPയുടെ പ്രതിനിധിയാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തെ വെക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധിയുള്ളത് BJPക്കാണ്. എന്നിട്ട് ആ BJPക്ക് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളത്തിന്റെ മന്ത്രിസഭ അത് നടത്തിക്കൊടുക്കുക? BJPയുടെ നിർബന്ധ ബുദ്ധി നടത്തിക്കൊടുക്കാനാണോ UDFന്റെ മന്ത്രിസഭ തീരുമാനിച്ചത്? അപ്പോൾ അഭിലാഷ്, ഇപ്പോൾ PM നിയാസ് പറഞ്ഞു കേട്ടാൽ തോന്നും 3 MLA-മാരുള്ള ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത് എന്ന്. നിയാസ് നല്ല കാര്യം, ഞങ്ങൾക്കാണ് ഇതെല്ലാം തീരുമാനിക്കാൻ സാധിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? സ്വാഭാവികം. കേരളം നേരിടുന്ന പ്രശ്നത്തിലെ ഏറ്റവും ഒരു സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു ക്യാബിനറ്റിനെ മുന്നിൽ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആ ക്യാബിനറ്റിൽ എല്ലാ മന്ത്രിമാരും, പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഇവരുടെ ഘടകകക്ഷികളായിട്ട് എല്ലാ മന്ത്രിമാരും ഇരിക്കുന്നു. ആ മന്ത്രിമാർ ഇരിക്കുന്ന ക്യാബിനറ്റിനകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ കേരള സർക്കാർ നടപ്പിലാക്കുന്നു. ഇന്ന് ആരെയാണോ കളിയേണ്ടത്? അതിന് PM നിയാസിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി എടുത്ത ഡിസിഷന് BJPയുടെ അഞ്ചത്തേക്ക് എന്തിനാ കയറുന്നത്? BJPക്ക് എന്താ ഇതിനകത്ത് റോള്? ഇനി BJP പറയും പോലെയാണ് BD സതീശൻ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം അഭിലാഷേ. അപ്പൊ ഞങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ ഞങ്ങളാ തീരുമാനിക്കണമെന്നാണല്ലോ നിയാസ് പറയണേ. നിയാസിന്റെ അടിയിൽ നിങ്ങൾ എന്നിട്ട് എഴുതി വെച്ചിരിക്കണേ KPCC ജനറൽ സെക്രട്ടറി. അദ്ദേഹം കരച്ചിൽ എന്താണ്? BJP പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് സാറേ നിങ്ങൾ അവിടെ KPCC എന്നൊരു ഓഫീസ് ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മറ്റു മന്ത്രിമാരുള്ളത്? ഇറങ്ങി പോകാൻ പറയുന്നവരോട്. ജീവിതം ഒരു സമാധാനവും ഞാൻ പോകുന്നു. ഞങ്ങൾ പറയുന്നതാണ് അവിടെ നടക്കുന്നതെങ്കിലും കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയങ്ങളൊന്നുമല്ല. ശരി, ഇതൊക്കെ അതിന്റെ മെറിറ്റ് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകും. ആരെ അപ്പോയിന്റ് ചെയ്യണോ അല്ലാതെ സർക്കാരിന്റെ തീരുമാനമാണ്. എൻ്റെ പൊന്നു അഭിലാഷേ, ഇവിടെ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരുടെ അന്നപ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ആ പ്രശ്നങ്ങളൊന്നും നിയാസിന് ഒരു വിഷയമല്ല. നിയാസിനെ സംബന്ധിച്ച് ആകെ ഒരു വിഷയം ശേഷാദ്രിനെ വെച്ചു. ശേഷാദ്രിയുടെ ഫേസ്ബുക്ക് കാണാനില്ല, ശേഷാദ്രിയുടെ ഇൻസ്റ്റാഗ്രാം കാണാനില്ല, ശേഷാദ്രിയുടെ മറ്റേ ബോട്ടിം കാണാനില്ല, സിഗ്നൽ കാണാനില്ല. നിയാസ് അതും തപ്പി നടക്കുക. പൊന്നു സഹോദരന്മാരെ,
നിങ്ങൾ ഹലാക്കിതാക്കരുത്. നിയാസേ, നിങ്ങൾ അതിന് തപ്പി നടന്ന KPCC ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കോ? ജനങ്ങളെ ബാധിക്കുന്ന വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് ശരി, ഇവിടെ മറ്റ് ഓക്കേ. നിലവിൽ പെട്ടെന്ന് ഓക്കേ, പരിഹരിക്കപ്പെടേണ്ടത്. ഓക്കേ, ഓക്കേ. മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ചക്രവർത്തി പോരാട്ടമാണ് എന്നാണ് BJP യുടെ point. നാണം കെട്ട പരിപാടിയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടത്തണോ? ശരി, ഇവരുടെ ഗ്രൂപ്പ് കളിക്ക് നിന്ന് കൊടുക്കാനുള്ളതാണോ ഇതൊക്കെ? അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാർ RSSുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാനൊരു സിൻഡിക്കേറ്റ് മെമ്പറാണ്. 4.5 മാസമായി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട് ചേരേണ്ടത് തീരുമാനിച്ചു. എല്ലാ ജനാധിപത്യ ഉള്ളടക്കവും സർവകലാശാല ഇന്ന് തകർക്കണം. അങ്ങനെ ഒരേ ശിബിരത്തിൽ ഇരുന്ന് പഠിച്ച് RSSും കോൺഗ്രസും ഈ കേരളത്തെ മൊത്തം കാവ്യവൽക്കരിക്കാനുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് BJPയുടെ ഇംഗിതം മന്ത്രിസഭ നടപ്പാക്കിയെന്ന് KPCC സെക്രട്ടറി പറയുന്നത്. വലിയ പ്രാധാന്യമുണ്ട്. KPCC സെക്രട്ടറി പറയുന്നത് BJPയുടെ ഇംഗിതം മന്ത്രിസഭ നടപ്പാക്കിയെന്ന്. അതിനൊന്നുമില്ലേ? നോക്കൂ അഭിലാഷ്, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ A. സജീവൻ സാർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. സാർ അങ്ങ് പറഞ്ഞു അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ഇത് ഗ്രൂപ്പല്ല, ഇത് രാഷ്ട്രീയമാണ്, മറ്റേ നിയാസിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ല. സാർ അത് പറയാൻ കാരണമുണ്ടെന്നേ. നിയാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് അടങ്ങുന്ന ക്യാബിനറ്റ്, ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇരിക്കുന്ന ക്യാബിനറ്റ്, മുസ്ലിം ലീഗ് അടങ്ങുന്ന മറ്റ് സംഘടനകളുടെ മന്ത്രിമാർ ഇരിക്കുന്ന ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിലെടുത്ത തീരുമാനം ശരിയല്ല എന്ന് അദ്ദേഹത്തിന് പാർട്ടിപരമായി തോന്നുന്നുണ്ടെങ്കിൽ കത്തെഴുതി മുഖ്യമന്ത്രിയെ കണ്ട് KPCC അധ്യക്ഷനെ കണ്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്താനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നിരിക്കെ ആ രാഷ്ട്രീയം സജീവൻ സാറെ ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ, ജൂനിയർ ആയിട്ടുള്ള ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ആൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആൾ എടുക്കേണ്ട നടപടി ഇതായിരുന്നു. അപ്പൊ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്ന് ഇതിനകത്ത് രാഷ്ട്രീയ ആരോപണം ഉണ്ടാക്കി ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്ന വ്യക്തിയെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കാണാനില്ല, ഇൻസ്റ്റാഗ്രാം കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ആ രാഷ്ട്രീയ നിലപാടിലേക്ക് നിയാസ് വരുന്നുണ്ടെങ്കിൽ നിയാസിന്റെ പുറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ പുറകിൽ കതറിട്ട ധാരികൾ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അത് അങ്ങേക്ക് അതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വിശ്വാസം. പക്ഷെ ഞാനത് കൃത്യമായി പറയുന്നു, പ്രേക്ഷകരോടും പറയുന്നു, കോൺഗ്രസിന്റെ അകത്തെ ചക്കുളത്തിപ്പോരിന്റെ ബാധയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയായിരുന്നു അദ്ദേഹം നടപ്പിലാക്കുന്നെങ്കിൽ ഇതല്ല ചെയ്യാ. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. പിന്നെ വിജിലൻസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ബാക്ക് ഹിസ്റ്ററിയോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയിരിക്കുന്ന ക്യാബിനറ്റിനകത്ത് എടുത്ത് പരിശോധിക്കാൻ നേരം കിട്ടിയില്ല എന്നൊരു ന്യായം ശ്രീ നിയാസ് പറഞ്ഞ സമയത്ത് അപക്വമായിട്ടുള്ള വാക്കുകൾ എന്നതല്ലേ ബഹുമാനായ ശ്രീ A. സജീവൻ സാർ അങ്ങ് അദ്ദേഹത്തിന്റെ വാക്കിനെ നമ്മൾ കാണേണ്ടത്? അത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് സീനിയർ മാധ്യമ പ്രവർത്തകനല്ലേ? 2, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഈ മാതൃഭൂമി ന്യൂസിന്റെ ചർച്ച ചെയ്തിരിക്കുമ്പോഴാണ് സാർ 12,894 പേർ പനി പിടിച്ച് ബാധിതപ്പെട്ട് കിടക്കുന്നു, ഷിഗല്ല പിടിച്ച് പ്രയാസത്തിൽ കിടക്കുന്നു, അവർക്ക് കൃത്യമായ മരുന്നുകളില്ല, ആശുപത്രികൾ നിറഞ്ഞൊഴുകുന്നു, അത് പ്രൈവറ്റ് ആശുപത്രികളും ഒക്കെ പ്രയാസങ്ങളിൽ പെടുന്നു. അങ്ങനെ എന്ന പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഇടപെടേണ്ട സർക്കാരുകൾ, അതാണ് പ്രധാന കാര്യമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ് PM നിയാസിന് ഊരാളുങ്കൽ സർവീസ് സഹകരണ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ ബഷീർ ഒരു തീരുമാനമെടുത്തപ്പോ അത് തെറ്റാണെന്ന് തോന്നാഞ്ഞത്? എന്തേ തോന്നാഞ്ഞത്? എന്റെ മദ്യനയത്തിന്റെ കാര്യത്തിനകത്തും PMCയുടെ കാര്യത്തിനകത്തും ഒന്നും അദ്ദേഹത്തിന് കാര്യം തോന്നാഞ്ഞത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിഷയം കൊണ്ടുവരുന്നിടത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചക്കുളത്തിപ്പോര് തന്നെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ അരുൺകുമാർ കലക്കണ കലക്ക് കേട്ടു. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അരുൺകുമാറെ പിടിച്ച കൊടിയുടെ പേരിൽ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സിൻഡിക്കേറ്റ് മെമ്പറായി ഇരുന്നിട്ടാണ് താങ്കൾ ഈ ചരിത്ര പ്രസംഗം കലക്കണത് എന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം അഭിലാഷേ, ഈ നിയാസിന്റെ ഒരു വാദം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ച ഒരു വ്യക്തിയെ ഇലക്ഷൻ കമ്മീഷൻ ആക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നോ? അതാണോ നിയാസിന്റെ വാദം? എങ്ങനെ മനസ്സിലായി? സജീവൻ സാറേ പറ. അപ്പൊ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന ആളുകളെ വെക്കുന്നില്ല എന്ന് നിങ്ങളവിടെ വാദം വെക്കുമ്പോ അപ്പുറത്തെ വ്യക്തികളുടെ രാഷ്ട്രീയം തേടിപ്പോകുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന നിലപാട് കുറവ് എന്ന് കൃത്യമായി പറയുന്നത്. ജനങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നതല്ല എന്ന് പറയുന്നത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.